ദൈവമായ കർത്താവേ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണിക്കും. അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവവചനം സംസാരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ലഭിക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ അവസരം തന്നെയാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡാളസിലുള്ള നമ്മുടെ ദേവാലയങ്ങൾ, സഭകൾ എല്ലാം ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇതിന് എന്നെ പ്രത്യേകമായി ക്ഷണിച്ച നിങ്ങളെല്ലാവരെയും, വിശേഷാൽ എൻ്റെ ഉപ്പാപ്പൻ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജു ദാനിയേൽ കോർപ്പിസ്കോപ്പായെയും നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എനിക്ക് പരിചയമുള്ള ധാരാളം മുഖങ്ങൾ ഇവിടെയുണ്ട്. ഈ 3 ദിവസങ്ങളിൽ ദൈവം ബലഹീനനായ എന്നിലൂടെ സംസാരിക്കുവാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. അല്പം ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കട്ടെ. ആമുഖം അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ 3 ദിവസങ്ങളിൽ നാം ഇവിടെ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 15. നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ് അത് പോർഷനായിട്ട് 3 ദിവസങ്ങളിലായിട്ട് വായിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ടത് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെങ്കിലും ഇന്നത്തെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. 3 ഉപമകളാണ് ഈ വേദഭാഗത്തിൻ്റെ കണ്ടന്റ്. ഒന്നാമത്തെ ഉപമ, 100 ആടുണ്ടായിരുന്ന ഒരാൾക്ക് അതിൽ ഒരു ആട് കാണാതെ പോയപ്പോൾ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരേക്കും, until he finds it എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കി നടന്ന് കണ്ടെത്തി അതിനെ തോളിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരോടും അയൽക്കാരോടും കൂടെ ആനന്ദം അനുഭവിക്കുന്ന ഒരു ഇടയന്റെ ഉപമയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് 10 നാണയങ്ങൾ, സിൽവർ കോയിൻസ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അതിൽ 1 കാണാതെ പോയപ്പോൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരേക്കും, till she finds it, സൂക്ഷ്മതയോടെ അന്വേഷിക്കുകയും കണ്ടെത്തി കഴിയുമ്പോൾ സ്നേഹിതരെയും അയൽക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി ആനന്ദിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഉപമ. മൂന്നാമത്തെ ഉപമയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ നമുക്ക് വളരെ പരിചിതമായ മുടിയനായ പുത്രന്റെ ഉപമ. ഈ 3 ഉപമകളിൽ ആദ്യത്തെ 2 എണ്ണം മൂന്നാമത്തേതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തേത് ആദ്യത്തെ 2 എണ്ണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതിലെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യത്തെ 2 ഉപമകളിലും നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമയിലും നഷ്ടപ്പെട്ടു പോയ നാണയത്തിന്റെ ഉപമയിലും നഷ്ടപ്പെട്ടു പോയതിനെ തേടി ഉടയവൻ പോവുകയാണ്. മൂന്നാമത്തെ മുടിയനായ പുത്രന്റെ ഉപമയിൽ നഷ്ടപ്പെട്ടവൻ തിരികെ വരികയാണ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ഉപമയിലെ മകൻ, he represents us. It is our responsibility to come back to the Father. Since we possess wisdom, discernment and the power of thought, we are the ones who should return. ആദ്യത്തെ 2 ഉപമകളിലെ ആടിനും നാണയത്തിനും ബുദ്ധിയില്ല, അല്ലെങ്കിൽ ചിന്താശക്തിയില്ല, വിവേകശക്തിയില്ല. മൂന്നാമത്തെ ഉപമയിലെ മകന് ഇതെല്ലാം ഉണ്ട്.
ഉപമയിലെ മകൻ നമ്മെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുകൂടെ ചേർത്ത് പറയണം. അത് മറ്റൊന്നുമല്ല, നമുക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, വിവേചന ശക്തിയുണ്ട്. നമ്മളാണ് തിരിച്ചു വരേണ്ടത്. മറ്റേതിന് രണ്ടും അതില്ലാത്തത് കൊണ്ട് ഉടയവൻ അതിനെ തേടി പോകുന്നുണ്ട്. ഈ 3 ഉപമകളാണ് ഇന്നത്തെ ഈ സന്ധ്യയിൽ, ഈ 3 സന്ധ്യകളിൽ നാം ചിന്തിക്കുന്നത്. ഈ 3 ഉപമകളിലെ കോമണാലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ സമാനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 3 ഉപമയിലും ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. A loss has occurred in all 3 parables. The shepherd lost a sheep. The woman lost a coin. The father lost his son. 3-നകത്തും ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. 3-ലും തിരികെ ലഭിക്കണമെന്ന് 3 പേർക്കും ആഗ്രഹമുണ്ട്. In all these 3 parables there is a hope of getting back. ഒരു പ്രത്യാശയുണ്ട്. പോയത് പോട്ടെ എന്നല്ല പറഞ്ഞു. ഒന്നേ ഉണ്ടല്ലോ, 99 ഉണ്ടല്ലോ, ഒന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞില്ല. ആ ഒന്നും ഈ കൂട്ടത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ് ഉള്ളത്. 3-നകത്തും ഉടമസ്ഥർ ആഗ്രഹത്തോടെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. We see an earnest desire and search by the owners. മുടിയനായ പുത്രന്റെ ഉപമയിലെ ഡിസയറിനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചു കൊള്ളാം. ആദ്യത്തെ 2-ലും ഞാൻ എംഫസൈസ് ചെയ്ത് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, until he finds it, until she finds it. കണ്ട് കിട്ടുന്നിടം വരേക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നഷ്ടം എന്ന് പറയുന്ന ഒരു അൺബെയറബിൾ സിറ്റുവേഷനാണ് അവർക്ക് എല്ലാവർക്കും തന്നെ. 3 പേരും 3 ഉപമയിലും കണ്ടെത്തി കഴിഞ്ഞാലുള്ള വലിയ ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. In all 3 parables there is a great joy after finding what was lost. അയൽക്കാരെയും സ്നേഹിതരെയും ഒക്കെ വിളിച്ചു ചേർത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ലേ, തിരികെ ലഭിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ സെലിബ്രേഷനായിട്ട് മാറുകയാണ്. They are all enjoying. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കമ്മ്യൂണിറ്റിയുടെ ദുഃഖമാണ്. തിരികെ കിട്ടിയത് they are all together, coming together and celebrate that coming back. If so, the loss is a losing is also a loss of the community. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സഭയിൽ, നമ്മളെല്ലാവരും ഓരോ സഭയിലെ അംഗങ്ങളാണ്, ഓരോ പള്ളിയിലെ അംഗങ്ങളാണ്. എപ്പോഴെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അത് നമ്മുടെ നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വലിയ തോന്നലുണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. ഒരു പള്ളിയിൽ 100 ഫാമിലി ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അമേരിക്കയിലെ ഒരു സിറ്റുവേഷനിൽ an average 100 into ഒരു ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3 എന്ന് ഞാൻ പറയുകയാണ്. 4 ഉള്ളത് കൊണ്ട് കാണാൻ ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. ഇങ്ങനെ ആവറേജ് 3 people. If there is 100 families in a parish, there should be an average of 300 people should attend the church on Sundays, on regular services. പക്ഷെ നമ്മുടെ പള്ളിയിൽ ഒരു 200 പേര് വന്നപ്പോൾ, 250 പേര് വന്നപ്പോൾ നമ്മുടെ പള്ളി നിറഞ്ഞ് എല്ലാവർക്കും വലിയ സന്തോഷം. അച്ഛനും സന്തോഷം, കമ്മിറ്റിക്കാർക്ക് സന്തോഷം, ആളുകൾക്ക് സന്തോഷം. The church is full. The problem is we are not bothered about the other 50 who did not appear. We didn't ask why you didn't come. നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നുണ്ടോ? We don't feel that losing is the loss of the community. ഇവിടെ എനിക്ക് തോന്നുന്നു അവർ ആ തിരികെ വരവ്, തിരികെ ലഭിച്ചത് ഒരു കമ്മ്യൂണിറ്റിയുടെ സന്തോഷമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് വി ആർ ലൂസിങ് പീപ്പിൾ. എല്ലാ പള്ളിയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് വി ആർ ലൂസിങ് പീപ്പിൾ, വി ആർ ലൂസിങ് ഷീപ്പ്. ആർ വി കൺസേൺഡ്?
Are we bothered? അത് ഒരു പ്രധാന ചോദ്യമായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചത്. ഇനിയും പോയ ചില ആളുകൾക്ക് തിരികെ വരണമെന്നുണ്ട് കേട്ടോ. Some people want to come back. എന്താ വരാത്തത്? Because we are not welcoming. തിരികെ വന്നാലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട്, ഞാൻ അതിനെക്കുറിച്ച് നാളെ പറയാം. ഈ മകൻ തിരികെ വന്നിട്ടും അവനെ നമ്മൾ എന്ത് വിളിക്കുന്നേ? അതുകൊണ്ടാണ് വരാത്തത്. He came back, he repented, he accepted his faults, but still we want to call him prodigal son. പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവര്, പള്ളി വിട്ടുപോയവര്, സഭ വിട്ടുപോയവരൊക്കെ കുറച്ചു പേർക്ക് തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം വന്നാൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ ഈ പള്ളിയിലുള്ളവരെല്ലാവരെയും മുടിയും പുത്രൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. So they don't want to come back. Why we are like this? എന്തുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഒരാൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരു വേദന തോന്നാത്തതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറ്. അതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത്, ഞങ്ങൾ അച്ഛന്മാരെ ഞങ്ങളൊന്ന് ഡിഫെൻഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് പറയും ഇതൊക്കെ അച്ഛന്റെ പണിയല്ലേ എന്ന്. ആരുടെ പണിയും? അച്ഛന്റെ പണി ആണ്, അച്ഛന്റെ പണിയാണ്. ബട്ട് ആസ് എ കമ്മ്യൂണിറ്റി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഒരാൾ പള്ളിയിൽ വന്നില്ല എങ്കിൽ, എനിക്ക് ഒരു അനുഗ്രഹം, ഞാൻ ഐ സെർവ്ഡ് ദ ഷിക്കാഗോ പാരിഷ് ഫോർ 5 years. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പലർക്കും സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം. കെ തോമസ് അച്ഛനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അച്ഛൻ മിക്കവാറും ഈ കൈമുത്തിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയിൽ നമുക്ക് കൈമുത്തുണ്ടല്ലോ, ആ കൈമുത്തിന് എന്നെ ഏൽപ്പിക്കാൻ. അപ്പൊ അന്ന് പിന്നെ ഐ വാസ് സെർവിങ് there were 130 families. എനിക്ക് അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അറിയാമായിരുന്നു. അപ്പൊ കൈമുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നു ഇന്ന് ആരൊക്കെ പള്ളി വരാതിരിക്കുമെന്നുള്ളത്. ഞാനൊരു കാര്യം ചെയ്യുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനൊരു കാര്യം ചെയ്യായിരുന്നു, പള്ളി കണ്ടില്ലെങ്കിൽ അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം രാവിലെ ഒന്ന് വിളിക്കും, എന്താ പള്ളി കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ പറയും ഇന്നലെ ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ അവരെ അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു അച്ഛന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏരിയ വൈസ് കമ്മിറ്റി മെമ്പേഴ്സ് കാണുമായിരിക്കും, പിന്നെ ഓരോ ഓർഗനൈസേഷൻസിനും സെക്രട്ടറീസ് കാണുമായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇഫ് someone is not appeared on Sunday morning, it is our responsibility to ask, to call them. എങ്കിൽ മാത്രമല്ല ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തിരിച്ചു കിട്ടിയപ്പോൾ ആ സമൂഹത്തിന് മുഴുവൻ സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവം. എനിക്കൊന്ന് നമ്മുടെ മനസ്സ് കുറെ കൂടെ നമ്മൾ വിശാലമാക്കാനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. We need to have that joy when someone come back. അതുപോലെ തന്നെ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാകണം പ്രിയമുള്ളവര്. ഇപ്പൊ ഞാൻ ആസ് എ മെട്രോപൊളിറ്റൻ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഒരു പള്ളിയിൽ ധാരാളം ചോദ്യം ചോദിക്കുന്ന ഒരാൾ കാണും, എന്ത് പറഞ്ഞാലും വിമർശിക്കുന്ന ഒരാൾ കാണും. അപ്പൊ എന്നോട് വന്ന് ചോദിക്കുന്നത്, ഇവനെ പള്ളിയിൽ നിന്ന് മുടക്കാൻ വല്ല മാർഗമുണ്ടോ? ചോദ്യം ചോദിക്കുന്നവനെ മുടക്കണം. അപ്പൊ അവന് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്കൊരു കൺസേൺ ഇല്ല. ആ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അതാണോ ഒരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ഉപമയിലും തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോയ് ഉണ്ട്. അത് കമ്മ്യൂണിറ്റിയുടെ സന്തോഷം, കമ്മ്യൂണിറ്റിയുടെ ആനന്ദമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതെ, ഒരാളുടെ വേദന നമ്മുടെ വേദനയായിട്ട് തോന്നണം, ഒരാളുടെ നഷ്ടം നമ്മുടെ നഷ്ടമായിട്ട് തോന്നണം, ഒരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ടൊക്കെ തോന്നുമ്പോഴാണ് ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഈ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ക്രൗഡ് എന്നാണ്. ക്രൗഡ്, അവരെ ക്രൗഡ് അവരെ കമ്മ്യൂണിറ്റി. ക്രൗഡ് ആകുമ്പോൾ there is no such relationship. We are not bothered. അല്ലേ? പക്ഷേ യേശുക്രിസ്തു ആ ക്രൗഡിനെ കമ്മ്യൂണിറ്റിയാക്കി മാറ്റി അതിന്റെ പേരാണ് ചർച്ച് എന്ന് പറയുന്നത്. We are connected. അതാണ് ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സന്തോഷം അവിടെ ഉണ്ടായത് എന്നാണ് എൻ്റെ വിചാരം.
എന്ത് പശ്ചാത്തലത്തിലാണ് യേശുദമ്പുരാൻ ഈ ഉപമ പറഞ്ഞത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then drew near unto him the publicans and sinners for to hear him. And the Pharisees and scribes murmured, saying, This man receives sinners and eat with them. യേശുദമ്പുരാന്റെ വചനം കേൾക്കുവാനായിട്ട് വന്നവരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരും പാപികളും ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് പരീശന്മാരും സാധുക്കരും ഒക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവൻ എന്തുകൊണ്ടാണ് പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ആ ചോദ്യത്തിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. അത് ഞാൻ കുറ്റം പറയുകയില്ല. കാരണം അക്കോർഡിംഗ് ടു ദ ഹീബ്രു കോണ്ടെക്സ്റ്റ്, ഒരു ഗുരു, എ ടീച്ചർ എന്തായിരിക്കണമെന്നൊരു കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട്. ഒന്ന്, ഗുരു എപ്പോഴും ഒരു പുരുഷനായിരിക്കണം. സ്ത്രീക്ക് ഗുരു ആകാൻ ആ കോണ്ടെക്സ്റ്റിലൊക്കെ ഇല്ലായിരുന്നു. എ മെയിൽ, അത് അത്യാവശ്യമായി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, എ ഗുരു cannot talk to a woman in public. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത കർത്താവ് ഈ ശമരിയ സ്ത്രീയോട് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് സംസാരിച്ചത്. ഈ ബ്രോക്ക് ഓൾ ദീസ് ബാരിയേഴ്സ്. അതൊരു അന്നത്തെ വലിയ പ്രശ്നമായിരുന്നു. മൂന്നാമത്തെ, ഗുരു പാപികളോട് ഒന്നും കൂടെ ഇരിക്കുകയോ ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. സോ അവരുടെ ആർഗ്യുമെന്റിൽ ഒരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ദേ ആർ ഫെമിലിയർ വിത്ത് ദ കൾച്ചർ ആൻഡ് ദ കോണ്ടെക്സ്റ്റ്, ആൻഡ് അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ ഞാൻ പറയും, അതൊരു കൾച്ചറൽ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നില്ല. ദർ ഇന്റൻഷൻ വാസ് സംതിങ് എൽസ്. ആ ചോദ്യം അവർ ചോദിച്ചപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ദർ ഇന്റൻഷൻ വാസ് വെരി ബാഡ്. അതുകൊണ്ട് അതെന്തായിരുന്നു അവരുടെ ഇന്റൻഷൻ? ഇതുവരെയും അവരായിരുന്നു ലീഡേഴ്സ്. നൗ ദർ ഈസ് അനദർ ലീഡർ, പീപ്പിൾ ആർ ഫോളോയിങ് ദം. അതൊരു ത്രെട്ടാണ്. ആർക്ക്? പ്രസന്റ് ലീഡർഷിപ്പിന് ഒരു ത്രെട്ടാണ് പുതിയൊരു ലീഡർ വരും. ഈ ലീഡർഷിപ്പിന്റെ പ്രശ്നമായത് കേട്ടോ. ലീഡർ ആകാൻ ശ്രമിക്കുന്ന ആർക്കും ഫ്രണ്ട്സ് ഇല്ല, എല്ലാവരും എതിരാളികളാണ്. ശരിയില്ലേ? വെദർ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഓർ എ സെക്യുലർ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ജോബ് എവിടെ ആയിക്കൊള്ളട്ടെ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ലീഡർ, ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ്. എല്ലാവരും എതിരാളികളാണ്. അതാണ് ഇവർക്ക് സംഭവിച്ചത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ്. പിന്നെ അപ്പൊ അങ്ങനെ എതിരാളികളായ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എതിരാളികളെ എലിമിനേറ്റ് ചെയ്യുക. ലീഡർഷിപ്പിലെ പ്രശ്നം അതാണ്. സോ ഇഫ് ഐ വാണ്ട് ടു ബിക്കം എ ലീഡർ, ഐ ഷുഡ് എലിമിനേറ്റ് മൈ എതിരാളികളെ എല്ലാം ഞാൻ ഇനി എലിമിനേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ? വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു എലിമിനേറ്റ്? കുറ്റം പറഞ്ഞാൽ മതി. ഈ ആളിനെ കുറിച്ച് എത്രമാത്രം നെഗറ്റീവ്സ് പറയാമോ, ഈ ആളിനെ കുറിച്ച് എത്രമാത്രം കുറ്റം പറയാമോ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു എലിമിനേറ്റ് പീപ്പിൾ. അത് കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ പള്ളിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി എതിരാളിയെ തകർക്കുവാനായിട്ടുള്ള എല്ലാ വഴികളും തെളിഞ്ഞു നിൽക്കുകയാണ്. സൈബർ ഗുണ്ടായിസം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. സൈബർ ഗുണ്ടായിസം. There are people who are appointed by giving salary. നിങ്ങൾക്കത് അത്രമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൈബർ ഗുണ്ടകളുണ്ട് ഇപ്പോൾ. മറ്റേ ഗുണ്ടായിസം എന്താണ് നമുക്കറിയാം, നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന. ബട്ട് these people are appointed by paying salary to attack other people, organizations, churches. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നമുക്കൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാം? വിത്തൗട്ട് നോയിങ് ദ റിയാലിറ്റി, നമ്മൾ എപ്പോഴും ഉണ്ട് ചെയ്യുന്ന പരിപാടി എന്താ? അവൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് മുഴുവൻ ഷെയർ ചെയ്യും. വിത്തൗട്ട് നോയിങ് ദ റിയാലിറ്റി, we share people who have agendas,
ആ അജണ്ട മനസ്സിലാക്കാതെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ചോദിക്കുക എത്ര ഷെയർ ഉണ്ട്, എത്ര ലൈക്ക് ഉണ്ട്, അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. എത്ര വ്യക്തികളെയാണ് മനുഷ്യൻ കൊല്ലുന്നത്, എത്ര കുടുംബങ്ങളെയാണ് നശിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞില്ലേ മാനുഷാദ, അത് വാട്ട് ഈസ് മാനുഷാദ? അരുത് കാട്ടാളെ കൊല്ലരുത്. അത് പാടിയ നാട്ടിലെ മക്കളാണ്. അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിലല്ലേ ഈ പരിപാടി ഉണ്ടെന്നാണ് എന്റെ വിചാരം. കേട്ടോ, എന്നോട് ക്ഷമിക്കുമ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി ഉണ്ടെന്നാണ് എന്റെ വിചാരം. പള്ളിയിലെ ലീഡർഷിപ്പിൽ, പള്ളിയിലെ പോരാട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന അന്യായങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഒരാളുടെ കുറ്റം കണ്ടെത്തുക, കുറ്റമില്ലെങ്കിലും കുറ്റം ആരോപിക്കുക, അത് പലരുടെ ചെവിയിൽ പറയുക, അത് പൊതുവായി വിളിച്ചു പറയുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഞാനതുകൊണ്ട് മുമ്പ് പറഞ്ഞത് ലീഡർഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവാണ്. ലീഡർഷിപ്പിൽ പോരാട്ടങ്ങളും എതിരാളികളും മാത്രമേ ഉള്ളൂ. ഇത് ചെയ്ത് സംഭവിച്ചെന്താണെന്നറിയാം, സഹാനുഭൂതി കുറഞ്ഞുപോയി. We are not compassionate. അതിരുകടന്ന അഹങ്കാരം മനുഷ്യൻ, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയ, അവരുടെ തകർച്ചയിൽ സന്തോഷം. And we are saying that we are a church. നമ്മൾ പള്ളിയാണെന്നാണ് പറയുന്നത്, നമ്മൾ സഭയാണെന്നാണ് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതാണ്, ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് നിൽക്കുന്നത്. ഞാനത് പറയാനായിട്ട് ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ചർച്ച് പാരിഷ് കോണ്ടെക്സ്റ്റ് ഇത് വളരെ ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഐ മേ ബി റോങ്, ബട്ട് and I have been in this ministry for last 35 years plus years. അത് ഓരോ കാലം കഴിയുമ്പോഴും ഇത് വർദ്ധിച്ച് ഇപ്പൊ അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ഇതിലും മേളിൽ പോകുമായിരിക്കും. അതിന്റെ ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. And we claim that we are the holy people, we are the people of God, we are the church, we are holy. ഹോളിനെസിന്റെ റെസ്പോൺസ് ഇങ്ങനെയാണോ? അല്ലെന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ ഇതിനോട് പ്രതികരിച്ചതിന് നമുക്കൊരു മാതൃകയാണ്. ഇങ്ങനെ പരീശന്മാരും സാദൂക്യരും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ നമ്മളായിരുന്നു എന്തോ ചെയ്തേ? നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ആരംഭിക്കും. നമ്മുടെ പ്രതികരണം ഇതിലും നാസ്തിയായിരിക്കും പലപ്പോഴും. യേശുവിന്റെ പ്രതികരണം ഒരു മോഡലാകണം എന്നാണ് എൻ്റെ വിചാരം. When people attack you, when people criticize you, there is a different methodology to respond. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഒരു മെത്തേഡേ ഉള്ളൂ, അല്ലേ? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഒരു മെത്തേഡേ ഉള്ളൂ, അതല്ല. ഇറ്റ് ഇസ് എ ഡിഫറെന്റ് മെത്തേഡ്. കർത്താവ് എന്താണ് ചെയ്തത്? ഇത് എങ്ങനെയാണ് ഈ ആരോപണത്തോട് കർത്താവ് പ്രതികരിച്ചത്? ഒരു ബഹളവുമില്ല, ഒരു വഴക്കുമില്ല, ഒരു ഒച്ചയില്ല. 3 ഉപമ പറഞ്ഞിട്ട് അത് പ്രതികരിച്ചു എന്നുള്ളതാണ്. കൃത്യമായി മറുപടി നൽകി. അതിനൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ഉണ്ട്. നമ്മുടെ റെസ്പോൺസിന് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ഇല്ലെന്ന് മാത്രമല്ല, സിറ്റുവേഷൻ മുഴുവൻ നമ്മൾ വേഴ്സാണ്. ഈ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ്. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഒന്നും തിരിച്ചു പറയാത്തവർ ഇതിനകത്തുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഒന്ന് മാത്രം പറയുന്നവരുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നിലധികം പറയുന്നവരുണ്ടോ ഇതിനകത്ത്? പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ മണ്ടനാണ് പോലും. If you don't respond in the same phase
ഐ എം എ ഫൂൾ ആണോ? അങ്ങനെയല്ലെന്നാണ് യേശുദമ്പുരാൻ നമ്മളോട് പഠിപ്പിച്ചത്. യേശുദമ്പുരാൻ പ്രതികരിച്ചു. He responded. But there is a new methodology to respond. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന, കൾച്ചറലി ഇംബൈബ്ഡ് ആയിരിക്കുന്ന റെസ്പോൺസിനും വ്യത്യസ്തമാണ്. There are different methods to respond. അതാദ്യം നമ്മൾ പരിശീലിക്കണം എന്നാണ് എൻ്റെ വിചാരം. 3 ഉപമകളിലൂടെ കർത്താവ് അതിനോട് പ്രതികരിക്കുകയാണ്. നമ്മുടെ പ്രതികരണമാണെങ്കിൽ ആരോപണത്തെ ആരോപണം കൊണ്ട് പ്രതികരിക്കും. ചിലരുണ്ടല്ലോ വളരെ ബ്ലണ്ടായിട്ട്, എന്നിട്ട് നമ്മൾ പറയും ഞാൻ അങ്ങനെയാണെന്ന്. അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. ചിലരുണ്ടല്ലോ ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആളാണ്. ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ വാട്ട് ഈസ് ദ എൻഡ് റിസൾട്ട്? ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോട് ചോദിക്കാറുണ്ട്, യങ് കപ്പിളിനോട് ചോദിക്കാറുണ്ട്, ശണ്ടയുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും ആരെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടോ? ആരെയെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നഷ്ടമല്ല ഉണ്ടായിട്ട്. എന്നിട്ട് എന്തേ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ മെത്തഡോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ പ്രതികരിക്കുന്നത് മാത്രമല്ല, നമുക്ക് കുറച്ച് കൂട്ടുകാരെയൊക്കെ വേണം. അപ്പൊ നമ്മൾ ഈ പ്രതികരണത്തിനൊരു ഗ്രൂപ്പ് ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, പ്രതികരണത്തിന്റെ ഗ്രൂപ്പുകളാണ്. അത് രഹസ്യമായും പരസ്യമായും കുറെ ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം വളരെ വ്യത്യസ്തമായ, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ഒരു രീതിശാസ്ത്രം. അത് ക്രൈസ്തവമാകണം, ആത്മീയമാകണം, അതിനൊരു സൗമ്യ ഭാവമുണ്ടാകും. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരോടും എല്ലാത്തിനോടും യോജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഫ് യു ഹാവ് ആൻ ഐഡിയ, യു എക്സ്പ്രസ് ദാറ്റ് ഐഡിയ, ബട്ട് the way you express define who you are. അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഒക്കെയുണ്ട്. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതി, അതാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അത് എല്ലായ്പ്പോഴും വളരെ അഗ്രസീവായിട്ടും അരഗന്റ് ആയിട്ടും ഇങ്ങനെ കൂട്ടുകെട്ടുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലെന്നാണ് എൻ്റെ വിചാരം. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും അതിനൊരു ഡീസൻസി വേണ്ടേ, ഒരു മാന്യത വേണ്ടേ? അത്ര പരുഷമാകാതെ പക്വമായി കുറച്ചുകൂടെ സൗമ്യമായി പ്രതികരിക്കാൻ സാധിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ പൊതുയോഗമൊക്കെ എന്തുവായിരുന്നല്ലേ? ഒരു പള്ളിയിലെ 2 വൈദികരുള്ള പള്ളിയാണ്. ഒരച്ഛൻ അനൗൺസ് ചെയ്യാണ് പൊതുയോഗത്തിന്റെ ഡേറ്റും അജണ്ട ചെയ്യണം. അപ്പൊ മറ്റേ അച്ഛൻ മുമ്പിൽ കുട്ടികളുടെ അടുത്ത് അവിടെ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ തമ്മിൽ പറയുന്നത് കേട്ട് അച്ഛൻ അടുത്ത ആഴ്ച നല്ലൊരു ഫൈറ്റ് കാണണം. അപ്പൊ പൊതുയോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ നേച്ചർ എന്താണ്? ടു ഫൈറ്റ്. ഇതല്ലാതെ വേറൊരു മാർഗമില്ലെന്ന എന്റെ ചോദ്യം. ഇല്ലേ? ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പറയുന്ന ഇതുവരെ സ്നേഹബന്ധത്തിൽ അനുസരിച്ചതുകൊണ്ട് 13 വർഷം ബാംഗ്ലൂർ ഭദ്രാസനത്തിലും 3 വർഷം ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിലും ഭദ്രാസന പൊതുയോഗം നടത്തിയപ്പോൾ ആർഗ്യുമെന്റ് ബഹളവും ഇല്ലാതെ നടത്തി. എൻ്റെ കഴിവൊന്നുമല്ല കേട്ടോ. ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഞാനത് കണ്ടുപിടിച്ചത് നമ്മുടെ ടി വിയിൽ ലോകസഭയിലും നിയമസഭയിലും ഒക്കെ ചെയ്യുന്ന ഒരു മെത്തഡോളജി ഉപയോഗിച്ചു എന്ന് മാത്രമേ. ഇവിടെ ഫ്രണ്ടിൽ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിലാണല്ലോ, ഫ്രണ്ടിൽ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവസരം. അഭിപ്രായം പറയാൻ അവിടെ മുമ്പിൽ വരും. അങ്ങോട്ട് തിരിഞ്ഞ് പറയരുത്, ഇങ്ങോട്ട് തിരിഞ്ഞ് പറയണം. അങ്ങോട്ട് തിരിഞ്ഞ് പറയുന്നതിനാ താല്പര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇങ്ങോട്ട് പ്രസിഡന്റിനോട്, പ്രസിഡന്റിനോട് പറ, why you are talking each other? You need an answer, right? You need a solution. അതല്ല പ്രശ്നം.
പറയുന്നതിനെ അങ്ങനെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വരുന്ന പൊതുയോഗത്തിൽ എന്നും ഷണ്ടയും കലഹവുമാണ്. ജഡത്തേക്ക് പൊതുയോഗത്തിന് പൊതി കെട്ടിപ്പോണമെന്നാണ് പറയുന്നത്. അത് പറയുന്നത് തീരത്തില്ലെന്ന്. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഏതിനാണെന്നറിയാം? മുൻയോഗ മിനിറ്റ്സ് പാസ്സാക്കാൻ. അവിടെ ചിരിക്കുന്നു. കറക്റ്റ്. ഒറ്റ വാക്കേ കയറി പിടിക്കും, ഒരു അക്ഷരത്തെ കയറി പിടിക്കും. എന്തുകൊണ്ടാണ് നമുക്കിത് കുറെ കൂടെ ഡീസന്റ് ആയിട്ട് നടത്താനായിട്ട് സാധിക്കില്ലേ? ഞാൻ വളരെ വിനീതമായിട്ട് ആ മുഖത്തിൽ പറയും, നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടത് ഉത്തരമാണല്ലോ, നമുക്ക് വേണ്ടത് സൊല്യൂഷൻ ആണല്ലോ. നിങ്ങൾ എല്ലാ ചോദ്യവും ചോദിക്കണം. യു ഹാവ് ഓൾ ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. പക്ഷെ അതിന് ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നേരത്തെ തന്നെ ഭദ്രാസനമാണെങ്കിൽ ഭദ്രാസനത്തിന്റെ ഒരു റിപ്പോർട്ട് ബുക്കും അക്കൗണ്ട്സും എല്ലാം കൂടെ പ്രിന്റ് ചെയ്ത് ജനങ്ങൾക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 15-ാം തീയതിയാണ് പൊതുയോഗം നടക്കുന്നതെങ്കിൽ 13-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓഫീസിൽ ലഭിക്കണം. ആ ക്വസ്റ്റ്യന് മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയും. ചോദ്യകർത്താവിന് മാത്രമേ ഉപചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലായില്ലേ? ഇതെന്താ പറയും, മാലപ്പടക്കം പൊട്ടുന്ന പോലെ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അവിടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തുടർ ചോദ്യങ്ങളാണ്. നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് നടത്താനായിട്ട് സാധിക്കില്ല? അങ്ങനെ നടത്തണമെന്നാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ജനറൽ ബോഡി ഓഫ് എ പാരിഷ് എന്ന് പറയുന്നത് അത് അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു പള്ളിയുടെ ഡിസിഷൻ എടുക്കുന്ന വളരെ ഉന്നതമായ ഒരു സമിതിയാണ്. ആ സമിതിയിൽ നമുക്ക് തീർച്ചയായും ഡീസന്റ് ആയിട്ട് ഇടപെടാനായിട്ട് സാധിക്കേണ്ടതാണ്. പിന്നെ തന്നെയല്ല, പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും നമ്മുടെ കമ്പനിയിലെ മീറ്റിങ്ങുകൾക്കൊക്കെ സംബന്ധിക്കുന്നവരാണ്. ഇങ്ങനൊരു കൾച്ചർ അവിടെ ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ പള്ളിയിൽ മാത്രം ഇതിങ്ങനെ ആകുന്നത്? അതിനെന്താണെന്നറിയോ? പണ്ടെങ്ങോ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ഒരു പൊട്ടത്തരമുണ്ട്. അതായത് പള്ളി ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. എന്തും പറയാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എന്തും പറയാൻ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. എന്തും പറയാവുന്ന സ്ഥലമാണ് പള്ളി. ആണോ? എന്ത് പറയാവുന്ന സ്ഥലമാണോ പള്ളി? ഇവിടെ അമേരിക്കയില് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ടകത്ത് പ്രവേശിക്കുമായിരിക്കും. എങ്കിലും നാട്ടിൽ എന്തായാലും ഇല്ല. നാട്ടിൽ ഷൂ ഒക്കെ ഊരി വെളിയിലിട്ട് ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എന്റെ നേർച്ച കാഴ്ചകളെ നിനക്ക് സമർപ്പിക്കും എന്ന് പറഞ്ഞ് തലവണങ്ങി കുരിശൊക്കെ വരച്ച് അകത്ത് കയറും. പിന്നെ അടുത്തൊരു പ്രാർത്ഥന ഉണ്ട് ഓർത്തഡോക്സുകാർക്ക്. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു, സ്വർഗസ്ഥനായ രാജാവേ, നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ഞാൻ വണങ്ങി, ഞാൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് അകത്ത് നിൽക്കുന്ന പുള്ളി പൊതുയോഗം വരുമ്പോൾ ഈ പുറത്ത് കിടക്കുന്ന ഷൂവിനെക്കാട്ടിൽ മാറിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തിന്? അപ്പൊ പിന്നെ എന്തിനാ ഈ ഷൂ ഒരു വെളിയിലിട്ടത്? വെറുതെ ചടങ്ങ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാരണം ഈ സ്പേസ് എന്താണെന്ന് ഇവർ മനസ്സിലായിട്ടില്ല. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ വി ആർ. ഉണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിചാരം. പഴയ കാലത്ത് പിതാക്കന്മാർ ഈ പള്ളിക്കകത്ത് ജനറൽ ബോഡി നടത്താനായിട്ട് തീരുമാനിച്ചതിന് 2 കാരണമാണെന്നാണ് എന്റെ വിചാരം. ഒന്ന്, വേറെ പൊതുയോഗം കൂടാൻ കെട്ടിടമൊന്നുമില്ലായിരുന്നു, അപ്പം പള്ളിക്കകത്ത് തന്നെ കൂടാൻ. രണ്ടാമത്, അവർ വിചാരിച്ച് പള്ളിക്കകത്തല്ലേ കുറച്ച് മര്യാദയായിട്ടൊക്കെ പെരുമാറിക്കോളൂ എന്നും കൂടെ വിചാരിച്ചാണ്. എന്നിട്ട് ഇപ്പൊ എന്താ നടക്കുന്നത്? അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ, നമുക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രകടിപ്പിക്കണം. പക്ഷെ പ്രകടിപ്പിക്കുന്ന രീതി, അതിനാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ ഒരു മോഡൽ നാം തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? Who is a Christian? What is the definition of a Christian? One who follows Jesus Christ is a Christian. അങ്ങനെയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ മെത്തഡോളജി ഫോളോ ചെയ്യണ്ടേ? യേശുക്രിസ്തുവിന്റെ ലൈഫ് ഫോളോ ചെയ്യണ്ടേ? യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ ഫോളോ ചെയ്യണ്ടേ?
അല്ലാതെ എങ്ങനെ ക്രിസ്ത്യാനിയാകുന്നത്? നമ്മൾ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകണം. അതല്ലാതെ വഴക്കുണ്ടാക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, ദീസ് ആർ നോട്ട് ക്രിസ്ത്യൻ വേസ്. അതെല്ലാ തലങ്ങളിലും ഉണ്ട്. ഞാൻ എന്നെ മാറ്റി നിർത്തിയല്ല പറയുന്നത്. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദിസ്. അപ്പൊ ഈ യേശുക്രിസ്തുവിന്റെ ഒരു മെത്തഡോളജി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഈ 3 ഉപമകൾ നൽകുന്നത് പ്രത്യാശയാണ്, ഹോപ്പാണ്. ഒന്ന്, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. 2, പാപികളെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ്. ആരെയും ഉപേക്ഷിക്കുക. നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ പോലും, എ മൈന്യൂട്ട് തിങ്, ഒരാളെ പോലും ദൈവം ഉപേക്ഷിക്കുകയില്ലെന്നല്ലേ അതിനകത്തൂടെ നമ്മൾ പറയുന്നത്. കാണാതെ പോയ നാണയത്തിന്റെ ഉപമയിലൂടെ എന്താ പറയുന്നത്? നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളെ കർത്താവ് അറിയുന്നു എന്നല്ലേ പറയുന്നത്. മുടിയനായ പുത്രന്റെ ഉപമയിൽ എന്താണ് പറയുന്നത്? ക്ഷമിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നല്ലേ പറയുന്നത്. അതാണ് ഈ 3 ഉപമയുടെയും പ്രത്യേകത. അങ്ങനെയെങ്കിൽ ആർ വി ലോസ്റ്റ്? നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഈ വർഷത്തെ, എന്നോട് അച്ഛൻ ചോദിച്ചു എന്താണ് ഈ വർഷത്തെ പ്രസംഗത്തിന്റെ തീം എന്ന് പറയണമെന്ന്. ഓർക്കുന്നുണ്ടോ? നോട്ടീസിൽ എന്തോ എഴുതിയേക്കുന്നില്ല. ലോസ് ആൻഡ് റിഡംഷൻ. നമുക്ക് റിഡംഷന്റെ ആവശ്യമുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം തിരിച്ചറിയാം. എന്താ നമ്മുടെ ലക്ഷ്യം? എന്തിനാണ് പള്ളി? എന്തിനാണ് കൺവെൻഷൻ? എന്തിനാണ് ഈ കൂട്ടായ്മ? എന്താണ് ഇതിന്റെ ലക്ഷ്യം? 29 വർഷം കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ പറയും, എക്യുമെനിക്കൽ ഡാളസ് കേരള എക്യുമെനിക്കൽ ഫെലോഷിപ്പിന് ഈ വർഷം 4 പരിപാടി ഉണ്ടായിരുന്നു. 1 കൺവെൻഷൻ, 2 സ്പോർട്സ്, 3 ക്രിസ്മസ്, പിന്നെന്താ ഏതാണ്ടൊന്നും ഉണ്ടല്ലേ. 4 പരിപാടി. കൺവെൻഷൻ എന്തായി? കൺവെൻഷൻ എന്തോ പരിപാടിയായി. അതൊരു പരിപാടിയായി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നല്ല ശതമാനം ആളുകൾക്ക് അങ്ങനെ ലക്ഷ്യം എന്താണെന്ന് വലിയ പിടിയില്ല. വാട്ട് ഈസ് ദ ഗോൾ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അത് കർത്താവ് കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ് ലക്ഷ്യം? നിത്യജീവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം, സാൽവേഷൻ, രക്ഷ. ഇതല്ലാതെ വേറെ എന്താണ് ലക്ഷ്യം? അപ്പൊ അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ടുള്ള വഴി എന്താണ്? ലോകത്തിൽ ഒറ്റ ആളെ പറഞ്ഞുള്ളൂ, ഞാനാണ് വഴി. ഐ ആം ദ വേ. യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാനിന്ന് ഈ പള്ളിയിലേക്ക് വരാനായിട്ട് രാജുവച്ചൻ പറഞ്ഞ വണ്ടിയിൽ കയറി രാജുവച്ചന്റെ കൂടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ വന്നു. നിങ്ങൾ വേറെ വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ യു ഹാവ് എ പാത്ത്. അത് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ആ വഴിയിൽ ഇറങ്ങണ്ടേ? യേശുക്രിസ്തു എന്ന വഴിയിലൂടെ യാത്ര ചെയ്യും. ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പം മറ്റൊരു കാര്യം കൂടെ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞ്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തോടൊപ്പം യേശുക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാ യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്? നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിൽ
രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഡൈവേർഷൻ ഉണ്ടാകും, ഗതി മാറിപ്പോകും. ചിലർക്ക് പെർവേർഷൻ ഉണ്ടാകും, വഴി പിഴച്ചു പോകും. ഇവിടെയാണ് നമ്മുടെ ഈ ഉപമകളിലെ പ്രത്യാശ. വഴിപിഴച്ചു പോയതിനെ പോലും, നഷ്ടപ്പെട്ടു പോയതിനെ പോലും വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ നമുക്ക് വഴിമാറ്റമുണ്ടാകാം, വഴിപിഴച്ചിലുണ്ടാകാം. പക്ഷെ എന്ത് ചെയ്യണം? വീണ്ടും തിരികെ വരണം. അതിന്റെ പേരാണ് അനുതാപം എന്ന് പറയുന്നത്, റിപ്പന്റൻസ്. We miss the mark and we need to come back to the original path. Coming back, sometimes we may lose again. അപ്പൊ അതുകൊണ്ട് ഈ യാത്ര, സഭായാത്ര, സഭാ ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഓഫ് റിപ്പന്റൻസ് ആണെന്ന് ഞാൻ പറയും. ഒരു ഓർത്തഡോക്സ് ചർച്ച് പെർസ്പെക്റ്റീവിൽ കൂടെയാണ് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പ്രശസ്തനായത് ചില വീഡിയോകളിലൂടെ ഒക്കെ ആണല്ലോ. ഞാൻ ഒത്തിരി പേരെ വിമർശിക്കുന്നതിനും അതിന് എനിക്ക് ധാരാളം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പീപ്പിൾ ലോസ്റ്റ് ദ സെൻസ് ഓഫ് ദാറ്റ് ലൈഫ് ഓഫ് റിപ്പന്റൻസ്. അനുതാപമില്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് ചർച്ച് ഒരു പരിപാടികളുടെ കേന്ദ്രമാകുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് കൾച്ചറൽ തിങ്സ്. ഐ എം നോട്ട് അഗൈൻസ്റ്റ്. ഞാനും ഈ സംസ്കാരത്തിൽ വളർന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയും, മാവേലിക്ക് മധുവായി വരെ കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം കയറിയില്ലേ ഏതാണ്ട് ഒരു പള്ളിയിൽ മാവേലി? നമുക്കതൊരു വിഷയമല്ല, നമുക്കത് വിഷയമല്ല. ഈ ലൈഫ് ഒരു അനുതാപത്തിന്റെ യാത്രയാണ്. ഈ അനുതാപത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മറന്നിട്ട് ചർച്ച് ലൈഫ് എന്ന് പറയുന്ന ആഹ്ലാദത്തിന്റെ ഒരു തലമാണെന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അതിന് നമ്മൾ 100 എക്സ്ക്യൂസ് പറയുന്നുണ്ട്. മീറ്റിങ്ങുകൾ, പരിപാടികൾ, ആഘോഷങ്ങൾ. അപ്പൊ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയും, ചർച്ച് ഈസ് ദ സോഴ്സ് സെന്റർ ഓഫ് ഇറ്റേണൽ ലൈഫ്. അത് വിസ്മരിച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടികളെല്ലാം നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എ വേ ഓഫ് ലൈഫ്, എ വേ ഓഫ് റിപ്പന്റൻസ്, then only we reach the God. ഇതിനെ ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ? ഇവിടെ അമേരിക്കയിലൊക്കെ നാട്ടിലെ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പള്ളിക്കകത്ത് എന്തുമാകാമെന്നൊക്കെ ഉള്ളു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് പള്ളികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മാർത്തോമ പള്ളികൾ, എല്ലാ പള്ളികളിലും കാണും ഒരു കൈവരി അല്ലേ? കൈവരിക്കകത്തൊരു സ്ഥലം, ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ മക്ബഹ. ഈ കൈവരിക്കകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവിടെ നിർത്തിയാണ് വിവാഹം കഴിപ്പിക്കുന്നത്, അവിടെ നിർത്തിയാണ് മാമോദിസ മുക്കുന്നത്, അവിടെയാണ് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, അവിടെയാണ് കൂദാശകളെല്ലാം നടത്തുന്നത്. പക്ഷെ അവിടെയാണ് നമ്മൾ കാലം വെച്ചിരുന്ന് എല്ലാ പരിപാടിയും നടത്തുന്നത്. ഓഡിറ്റോറിയം ഉണ്ടെങ്കിലും പോയില്ല. ഇത് ഞാൻ നേതൃത്വം നൽകുന്ന ഭദ്രാസനം ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നമാണിത്. പൊതുയോഗം പള്ളിക്കകത്ത് നടത്തണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഓർത്തഡോക്സ് സഭയുടെ രീതി അനുസരിച്ച് പൊതുയോഗം അനൗൺസ് ചെയ്യുമ്പോൾ ഡേറ്റും സ്ഥലവും അനൗൺസ് ചെയ്യുന്നിടത്ത് നടത്തിയാൽ മതി. അത് ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് അനൗൺസ് ചെയ്താൽ പ്രശ്നം അങ്ങോട്ട് പോകില്ല. കാരണം എല്ലാം ഇതിനകത്ത് വേണം. ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇതിനോടാണ് വിയോജിപ്പ്. കാരണം ഈ സ്ഥലം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാകുന്നില്ല. ദിസ് ഈസ് ജസ്റ്റ് എ ബിൽഡിംഗ് ഫോർ us.
അതാണോ? അതല്ല എന്നാണ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ യാത്രയിൽ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമുക്കൊരു ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്. ദൈവം എന്തിനാണ് പ്രിയമുള്ളവരെ ലോകത്തിലേക്ക് വന്നത്? നമ്മെ രക്ഷിപ്പാനാണ്. ആ ദൈവം നമ്മെ രക്ഷിപ്പാനായി കാൽവരിയിൽ യാഗമായെങ്കിൽ ആ യാഗാർപ്പണം അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരേക്കും നിർവഹിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുന്ന അതിവിശുദ്ധമായ പള്ളി, അതിനെ എങ്ങനെ നാം കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ അതിനോടുള്ള അപ്രോച്ച്, നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അത് പ്രധാനമാണെന്നാണ് എൻ്റെ വിചാരം. ഇതൊരു ലക്ഷ്യമുള്ള യാത്രയാണ്. ഈ യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ലോകത്തിലൊക്കെ എൻ്റെ സാക്ഷികളാണ്. യു വിൽ ബി മൈ വിറ്റ്നസസ്. അമേരിക്കയിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകം ധ്യാനിക്കേണ്ട ഒരു വാക്യമുണ്ട്. അതെന്തെന്നറിയുന്നു? നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികളോളം പോയി അതിനെ വിട്ടേക്കുന്നു. കേരളത്തിൽ നിന്നും ഇങ്ങേ അറ്റത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്തിന്? ദൈവത്തിന്റെ സാക്ഷികൾ, ക്രിസ്തുവിന്റെ സാക്ഷികളായി. ആ സാക്ഷ്യ ജീവിതമാണ് പ്രധാനം. ആ സാക്ഷ്യ ജീവിതം സാധിക്കുന്നത് നമ്മുടെ വലിയ ബഹളങ്ങളിലൊന്നുമല്ല. ആ സാക്ഷ്യ ജീവിതം സാധിക്കുന്നത് നമ്മുടെ അനുതാപ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറയും, നമുക്കൊന്ന് വിനയപ്പെടണം, ഒന്ന് താഴ്മ ധരിക്കും, ഒന്ന് അനുദപിക്കാം. കാരണം ഈ യാത്രയിൽ പലപ്പോഴും ഡൈവേർഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ യാത്രയിൽ പലപ്പോഴും ചിലർക്കെങ്കിലും പെർവേർഷൻ ഉണ്ടാകുന്നുണ്ട്. Let us repent. Let us come back. പൗലോസ്ലീഹ പറഞ്ഞത് എന്താണെന്നറിയോ? ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു എന്ന തലയോളം, ദാറ്റ് ഈസ് ദ പോസിബിലിറ്റി. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാൾ നടത്തി. അതിന്റെ പ്രധാന ആസ്പെക്ട് എന്നാണ് ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫിഗേഷൻ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, തന്റെ പ്രകാശം വെളിപ്പെടുത്തിയ മലമുകളാണ്. അത് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ പറയും, ആ പ്രകാശമൊക്കെ കണ്ടപ്പോഴേ പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ തലകറങ്ങി താഴെ പോയെന്ന് പറയും. They couldn't withstand that light. But that is our possibility. അതിന്റെ സ്ഥലമാണ് ഈ പള്ളി, അതിന്റെ സ്ഥലമാണ് സഭ, അതിന്റെ എൻവയറൺമെന്റ് ആണ് സഭ. അത് മനസ്സിലാകാതെ പോകുന്നില്ലോ എന്നുള്ളതാണ് നമ്മുടെ വ്യഥ. അതുകൊണ്ട് ഈ യാത്ര അനുതാപത്തോടെ, സത്യം പറഞ്ഞു ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഒന്ന് കണ്ണുനീര് വന്നിട്ട് എത്ര നാളായി? വന്നിട്ടുണ്ടാകും ജോലി പോകുമെന്നുള്ള പ്രശ്നമായപ്പോഴേ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിന്റെ പ്രാരാബ്ദം ഉണ്ടാകുമ്പോൾ കരച്ചിലല്ല, വഴി പിഴച്ചു പോയല്ലോ, വഴി തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള എത്ര ദിവസങ്ങളുണ്ട്? അതാണ് വേണ്ടത്. ആ കരച്ചിലാണ് പ്രിയമുള്ളവരെ. അതിന്റെ അർത്ഥം എല്ലാവരെയും കാണിച്ചു തരണമെന്നില്ല. ഞാൻ പറയുന്നു, ആരും കാണാതെ, ആരെയും കാണിക്കാതെ സഭാജീവിതത്തിൽ ദൈവസന്നിധിയിൽ കരയുവാൻ കഴിയുമ്പോഴാണ് ഈ സഭാജീവിതത്തിന്റെ അനുഗ്രഹം, അതിന്റെ കൃത്യമായ മറുപടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണെന്നറിയാം? നമ്മുടെ 5 സെൻസസിനും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അതിനെ ഞാൻ പ്ലഷർ എന്ന് പറയും. PLESURE. നാട്ടിലെ പെരുന്നാളിന്റെ നോട്ടീസിലൊക്കെ ആകാശദീപ കാഴ്ച, കണ്ണിന് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇത്ര സെറ്റ് ചെണ്ട, കാതിന് സാറ്റിസ്ഫാക്ഷൻ. പെരുന്നാൾ കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ചിക്കൻ കൂട്ടിയുള്ള ഭക്ഷണം, നമ്മുടെ വായ്ക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ. എന്ന് വേണ്ട
We satisfy all the five senses. Unfortunately, inside is empty. അവിടെ ഉണ്ടാകുന്നതിന്റെ പേരാണ് ജോയ്. ആഹ്ലാദമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, പ്ലഷർ ഉണ്ട്. There is no joy inside. After celebrating all the feasts, all the Krudana, all the conventions, do we have that joy inside? ഉണ്ടെങ്കിൽ we are in the right path. Otherwise, മറ്റെന്താണെന്നറിയാം, we will be satisfied because five senses and satisfaction കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന everything is done. Unfortunately, ശ്രദ്ധിച്ചു നോക്കി, you cannot ഒരു സമയത്ത് ഒരാൾക്ക് ഈ സെൻസസിനെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്താനും പറ്റില്ല. ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി, ബട്ട് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുന്നുണ്ട്. ഐ ഗോ ഫോർ ദ ഹയർ സ്റ്റേജസ്. ഐ നീഡ് മോർ. ഇതാണ് കർത്താവ് നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 3 ഉപമയിൽ, ഈ അടുത്ത ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ, ശരിക്കും പറഞ്ഞ മുടിയനായ പുത്രന്റെ ഉപമയിൽ അതിന്റെ കണ്ടന്റും കാതലും എന്താണ്? കരച്ചിലല്ലേ, റിപ്പന്റൻസ് അല്ലേ? അതാണ് നമ്മുടെ സഭാ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ചില രീതിശാസ്ത്രങ്ങൾ, മെത്തഡോളജി, സഭാ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ചില ചിന്തകൾ, ഇതൊക്കെ ഈ സന്ധിയിൽ ഒന്ന് ധ്യാനിക്കുക. ഈ ഉപമകളിലൂടെ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ, വിനയത്തോടെ ജീവിക്കുവാനായിട്ട് എല്ലാ അഹങ്കാരങ്ങളും അടങ്ങട്ടെ. ഒത്തിരി അഹങ്കാരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യന്റെ സംസാരത്തിൽ, നടപ്പിൽ, ജീവിത രീതിയിൽ. ഒത്തിരി അഹങ്കാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെല്ലാം ഈ പൗരസ്ത്യ പാരമ്പര്യത്തിൽ കുമ്പിടിയിലൊക്കെ ഉണ്ടല്ലോ. കുമ്പിടിയിലൊക്കെ എന്നും ഉള്ളതാണ് കേട്ടോ, ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഉള്ളതല്ല, കുമ്പിടിയിലൊക്കെ എന്നും ഉള്ളതാണ്. ഓരോ പ്രാവശ്യവും കുമ്പിടുമ്പോൾ കംപ്ലീറ്റ് സബ്മിഷനാണ്. ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന്റെ മുമ്പാകെ, കുരിശിന്റെ മുമ്പാകെ കുഴിച്ചിട്ട് അല്ലേ, പിന്നെ അവിടുന്ന് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് വിത്ത് ഗ്രേസ്. അതൊക്കെ ഈ കുമ്പിടിയിൽ എന്നൊക്കെ പറയാം, അല്ല ചുമ്മാ എക്സർസൈസ് ഒന്നുമില്ല. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും കുമ്പിട്ട് പ്രാർത്ഥിച്ചാൽ ജിമ്മിൽ പോകണ്ട. ആ ശരിയാ, കറക്റ്റാ. എല്ലാ ദിവസവും കുമ്പിട്ട് പ്രാർത്ഥിച്ചാൽ ജിംനേഷ്യത്തിൽ പോകണ്ട. അതൊരു ഫിസിക്കൽ എക്സർസൈസ് കൂടെയാണ്. ബട്ട് അതിന്റെ ഇന്നർ മീനിങ് എന്താണ്? എന്റെ അഹങ്കാരവും എന്റെ തലക്കനവും ഞാനെന്ന ഭാവവും എല്ലാം കർത്താവിന്റെ കാൽക്കൽ വെച്ച് കുനിഞ്ഞു കിടന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ കൃപയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതാണ് സഭാജീവിതം. അത് നമുക്കിടയാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാനും അതൊക്കെ പ്രാപിക്കുവാനായിട്ടുള്ള ഓട്ടത്തിലാണ്. ഞാനതൊന്നും അച്ചീവ് ചെയ്തിട്ടൊന്നുമില്ല പറയുന്നത്, പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു വല്ലാത്ത ആഗ്രഹം കിടക്കുകയാണ്. ആ ആഗ്രഹമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അത് എനിക്കും നിങ്ങൾക്കും ആ ആഗ്രഹം ഉണ്ടാകും. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ എത്ര പരിപാടികൾ നടത്തി എന്നുള്ളതല്ല ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. നീ വിശുദ്ധിയിൽ ജീവിച്ചോ എന്ന് ചോദിക്കും കർത്താവ് രണ്ടാമതും. പിന്നെന്ത് ചോദിക്കും? നീ അനാഥരെയും വിധവമാരെയും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയും ഒക്കെ ചെന്ന് കണ്ട് സഹായിച്ചോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് പ്രിയമുള്ളവർ ഈ സഭാ ജീവിതത്തിൽ. അതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ഒരു ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് സാധിക്കും. മറ്റേത് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതി നമുക്കിങ്ങനെ ക്ലെയിം ചെയ്യാം. ഞാൻ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എല്ലാവർക്കും കുടുംബചരിത്രമൊക്കെ എഴുതുന്ന ഒരു കാലമാണ്. എല്ലാവരും കുടുംബചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുടുംബചരിത്രത്തിന്റെ ആദ്യ പേജുകളിലുണ്ട് നമ്മുടെ പൂർവ്വ പിതാവായ വല്യപ്പൻ മാർത്തോമാ ശ്ലീഹ വെള്ളം തിളപ്പിച്ചപ്പോൾ ആ നദിയുടെ കരയിലുണ്ടായിരുന്നു.
അതുകൊണ്ട് ജീവിക്കാനൊക്കെ അത് നമ്മുടെ ഒരു പ്രിവിലേജ്. ഇറ്റ് ഇസ് എ പ്രിവിലേജ്. ബട്ട് പ്രിവിലേജ് ഓൾവേസ് ഫോളോസ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ടു ലീവ് ദ ലൈഫ്, ടു വിറ്റ്നസ്. അതിന് ഇടയാകട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഇനിയും നമുക്ക് പ്രോഡിഗൽ സണ്ണിന്റെ ഉപമയാണ്. ഞാൻ ഈ 3 ദിവസങ്ങളിൽ ഈ ചാപ്റ്ററിൽ മാത്രം നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം അത് മൂർച്ചയുള്ള വാൾ പോലെ, ഇരുവായ്ത്തലയുള്ള വാൾ പോലെ നമ്മുടെ ഹൃദയങ്ങളെ, സന്ധിമഞ്ചകളെയൊക്കെ മുറിച്ച് നമുക്ക് അനുതാപം ഉണ്ടാകുവാനായിട്ട്, എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ ജീവൻ ഉണ്ടാകുവാൻ, ഒരു പരിപാടിക്ക് അങ്ങേപ്പുറത്തേക്ക് ഒരു മാനസാന്തരം ഉണ്ടാകും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വന്നിട്ട് ട്രാൻസ്ഫിഗറേഷൻ ഒക്കെ ആയി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. ഓക്കെ, ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സഹായിക്കട്ടെ.